ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മുടെ 100 ഡേയ്സ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിന്ന്. ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് നോക്കി, ഒരുപാടൊന്നും നോക്കിയില്ല, കുറച്ച്. അതിൻ്റെ ബാക്കിയായിട്ട് ഒരാൾ നമ്മളോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് റിപ്ലൈ ചെയ്യാം? നമ്മളൊക്കെ മാക്സിമം പോയാൽ ഐ എം ഗുഡ് താങ്ക്സ്. എന്നോട് ചോദിച്ചതിന് താങ്ക്സ്, നന്ദിയുണ്ട്, തിരിച്ചു ചോദിക്കൂല. ശരിക്കും നമ്മുടെ ഒരു മര്യാദ അവരെ കേർട്ടസിയുടെ പേരിലോ ഒരു കുറച്ച് ഷോയുടെ പേരിലോ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പേരിലോ ഒക്കെ ചോദിക്കുന്നതായിരിക്കും. വാട്ട് എവർ ദ റീസൺ ബി, എന്താണെങ്കിലും ചോദിച്ചതൊരു പോസിറ്റീവ് തിങ് ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു കേർട്ടസി ഉണ്ടായിരുന്നു ടു ആസ്ക് അസ് ഹൗ വി ആർ. അത് നമ്മൾ ഉറപ്പായിട്ടും അതുപോലെ തന്നെ ആ ആളും എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയണം? ഐ എം ഗുഡ് താങ്ക്സ്, ഹൗ യു എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ ഐ എം ഗ്രേറ്റ്, ഐ എം വെരി വെൽ, ഐ എം പ്രിറ്റി ഗുഡ്, ഐ എം ഫീലിംഗ് ഓക്കെ, ഐ എം ഡൂയിങ് ഓൾ റൈറ്റ്, പിന്നെ ഐ എം ഓക്കെ മൂവിങ്, നോട്ട് ബാഡ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അതല്ലാതെ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്ത് പറയാം എന്ന് നോക്കാം. പതിവ് പോലൊക്കെ തന്നെ അങ്ങനെ അങ്ങ് പോകുന്നു, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സെയിം ഓൾഡ്. ഇത് ഓർത്ത് വെച്ചു. നിനക്കറിയാലോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, അങ്ങനെയൊക്കെ തന്നെ. യുനോ, സെയിം ആസ് യൂഷ്വൽ. എന്നോട് ആരെങ്കിലും ഹൗ ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാൻ മിക്കവാറും പറയും ഐ എം മൂവിങ് ഓൺ, ഐ എം ഗെറ്റിംഗ് ബൈ. അങ്ങനെ ഉന്തിത്തള്ളി പോകുന്നു ലൈഫ് എന്നുള്ള അർത്ഥം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് കാൺ കംപ്ലൈൻ റിയലി. പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, കുഴപ്പമില്ല. ഇനി ഇപ്പോൾ അത്ര സുഖമില്ല, പക്ഷേ ഇതിലും ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് എന്ന് പറയാനാണെങ്കിൽ ബീൻ ബെറ്റർ, ഐ ഹവ് ബീൻ ബെറ്റർ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പറയുമ്പം കോൺവെർസേഷണൽ രീതിയിൽ അത് പറഞ്ഞു പോകുമ്പോൾ ബീൻ ബെറ്റർ എന്നുള്ളതാണ്. ഐ ഹാവ് എന്നുള്ളത് അവിടെ ഇറ്റ് വിൽ ഗോ സൈലന്റ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ബീൻ ബെറ്റർ ഒന്ന് നല്ലതാ, ഓർത്ത് വെച്ചു. ഇപ്പോൾ കുഴപ്പമില്ല, ഇതിലും മോശമാകാമല്ലോ, പക്ഷെ അങ്ങനെ ആയില്ലല്ലോ എന്ന് പറയാനാണെങ്കിൽ കുഡ് ബി വേഴ്സ്. എപ്പോഴും നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് പറയുന്നതാണ് കുഡ് ബി വേഴ്സ്. അപ്പോൾ ഇത്രയും ഫ്രേസസ് ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും മതി. ഇപ്പം ഇത്രയും നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോ. ഇനി ആസ് എ ലിറ്റിൽ അക്നോളജ്മെന്റ് ഓഫ് യുവർ ലേണിംഗ്, കെൻ യു ജസ്റ്റ് കമന്റ് ബിലോ വിത്ത് വൺ ഓഫ് ദി എക്സ്പ്രഷൻസ് ദറ്റ് യു ലൈക്ഡ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. എനിക്കൊരു മോട്ടിവേഷൻ വേണ്ടേ?